ഹലോ ഗൈസ്, വെൽക്കം ടു ഐഡ വാച്ച് ആൻഡ് റീവാച്ച് വിത്ത് ഐഡ. പേര് പറയാൻ പോലും അറിയത്തില്ലാത്തതിനേക്കാണ് ഇൻട്രൊഡക്ഷൻ പറയാൻ കൊണ്ടുവന്നത്. അറിയാമല്ലോ എനിക്ക് ഇൻട്രൊഡക്ഷൻ. ഗൈസ്, വാച്ച് ആൻഡ് റീവാച്ച് വിത്ത് ഐഡ, അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഇത് ഇവളുടെ വീടാ. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കണ്ടില്ല, ഞാൻ കാശ് കൊടുത്ത് വെച്ച വീട്. നമുക്കതിനെ കുറിച്ച് വീഡിയോ. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ചോക്ലേറ്റ് വേണം, കേക്ക് വേണം, എല്ലാം ഉണ്ടോ? ഞങ്ങൾ മിക്സ് മേടിക്കും. മിക്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ടാക്കി. വെച്ച ഞങ്ങള് കേക്ക് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ്. ചാർജറും കൂടി വേണം. അതെന്റെ സാധനം, അതെടുത്ത് മാറ്റി. എൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് സൺഫ്ലവർ ഓയിൽ. എണ്ണ, സൺഫ്ലവർ ഓയിൽ. ഇതാണ് ഞങ്ങളുടെ മിക്സ്. ഈ സാധനം വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അല്ല, വിപ്പിംഗ് ക്രീമിന്റെ മിക്സ്. ഇതെന്തോ ഒരു മിക്സ്. ഇത് മുട്ട, കോഴിയുടെ മുട്ട. ഇത് പാല്, പശുവിന്റെ പാല്. പിന്നെ പശുവിന്റെ പാല്. അതെന്തോ? സ്പ്രിംഗ് ജ്യൂസ്, പൈപ്പിംഗ് ബാഗ്. ഇത് ഞങ്ങളുടെ ട്രൈ. എന്റെ മണ്ണൊക്കെ നോക്കുന്നത്. സോ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുടി കെട്ടി വെക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷെഫ് ഋതിക പറഞ്ഞാണ്. അങ്ങനെ മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഓൾറെഡി അതിനകത്ത് ഒരു മിക്സ് ഉണ്ടായിരുന്നു. സോ മിക്സ് എല്ലാം പൊട്ടിച്ചിട്ടു. അതിലോട്ട് 250 ml വെള്ളം ഒഴിച്ചു. പിന്നെ അതിൽ സൺഫ്ലവർ ഓയിലും പാലും മിക്സ് ചെയ്തിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും. സോ നന്നായിട്ട് മിക്സ് ചെയ്യണം, കുറച്ച് സമയം എടുക്കും. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലോട്ടൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനിടയ്ക്ക് ഇഷ്ടംപോലെ ചളി അവിടെ വാരി വെതറുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഇത് ഒത്തിരി വലിയതായി പോവും. ഓൾറെഡി ഇത് വലിയ വീഡിയോ ആണ്. സോ എൻ്റെ കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര വലിയ വീഡിയോ ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. പേഷ്യൻസ് ഉള്ളത് ഡോക്ടറിനെ വിളിക്കും. പിന്നെ പേഷ്യൻസ് ഡോക്ടറിന് മാത്രമേ ഉള്ളൂ. ഡോക്ടറും പേഷ്യൻറ്റും. അങ്ങനെ 3 മുട്ട ഇട്ട് നീ ഇതെന്ത് ചെയ്യണം? പച്ചക്ക് തിന്നണം. തിന്നു. നീ തിന്നത് പിന്നെ ഓരോ പാട്ടുകളെയൊക്കെ. ഇതാ എനിക്ക് ഇത് എന്റെ ചാനലായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ കേട്ടത്തില്ലായിരുന്നു. ഞാൻ പലപ്പോഴും എനിക്കും തോന്നാറുണ്ട്. ചിന്താഗതി മാത്രമേ ഉള്ളൂ. ആ എടുക്ക്, ബാക്കി തിന്നു നോക്കിയതാ. ടേസ്റ്റ് എടുക്ക്, പൊക്കിപ്പിടി. ഇതെന്താണിത്? ഇത് മിക്സ് ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിൽ എടുത്തിട്ട് കുറച്ച് എണ്ണ കൂടിപ്പോയി. കുഴപ്പമൊന്നും പറ്റില്ല. ഇതെല്ലാം തേച്ച് ഞാൻ സെറ്റ് ചെയ്യും. മേത്തൊക്കെ എണ്ണ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റും, അങ്ങനെയൊക്കെ പറ്റും.
ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 350 ഡിഗ്രിയിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ചു. അഗെയിൻ ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദകരമാക്കും. ചൂടല്ലേ ഞാൻ കടിക്കാൻ പോന്നു എങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ കേക്ക് ബേക്കാവുന്ന സമയത്തിന് നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ഐസിങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റേ ഐസിങ് ഷുഗറിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് വെച്ച് അതിൽ പാലൊക്കെ ഒഴിച്ച് നമ്മളത് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവിടം തൊട്ടാണ് പരിപാടി പാളിയത്. ഈ സംഭവം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിലോട്ട് വരത്തില്ല. അത് വെള്ളം പോലെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് കേക്കൊക്കെ ബേക്കായി. സോ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി. പക്ഷേ ഈ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇതെന്ത് ചെയ്താൽ സെറ്റാവണില്ല. പിന്നെ ഞങ്ങളത് ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് നോക്കി. പക്ഷേ സ്റ്റിൽ അതങ്ങനെ ആവണില്ല. പിന്നെ അതൊരു കപ്പിൽ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി ഞാനതിനെ തിന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തിക്കായിട്ട് വരുന്നില്ലായിരുന്നു അത്. ഓക്കെ, അപ്പുറത്തേക്ക് കട്ട് ചെയ്യാൻ നോക്കിയേക്ക് വീഴോ. സ്മൂത്ത് വിചാരിച്ചപ്പോഴല്ല. പ്രൊഫഷണലായിട്ട് കുട്ടി നൂലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇതെടുക്കുന്നുണ്ട് മുറിഞ്ഞു. നമ്മൾ കേക്ക് മുറിച്ച് ഇതെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എനിക്കിതിനെ പറ്റി അറിഞ്ഞൂടാ. സോ പക്ഷേ അത് സ്റ്റിൽ ആ സാധനം ഭയങ്കര വെള്ളം പോലെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് അവൾ മുറിച്ച കേക്ക് 2ആയിട്ട് മുറിഞ്ഞുപോയി. പിന്നെ നമ്മൾ ലാസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കുട്ടിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിലെ കലാകാരി പുറത്തിറങ്ങി. ഞാനതിലൊരു പൂ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വരച്ച് വന്നപ്പോൾ അത് വേറെ എന്തോ ഒരു സാധനം. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതാ നമുക്ക് ഫുള്ള് വെള്ള സംഭവം വെക്കാമെന്ന്. സമ്മതിച്ചില്ല. എൻ്റെ പൂവാണോ കാണുന്നത്? ഞാൻ വരച്ചത് പൂവായിരുന്നെങ്കിലും വന്നപ്പോൾ അത് വേറെ എന്തോ ഒരു കാട്ടുചെടി പോലെ പോയി.
മുറിക്കാൻ പോകുന്നു. ആ മുറിച്ചോളൂ. ഞാനാ മുറിക്കുന്നത്. എടാ ഇങ്ങനെ ആരാടെ കേക്ക് മുറിക്കുന്നു? ഒറ്റ അടി വെച്ച് തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനല്ലേ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത്? ബർത്ത്ഡേ അല്ലല്ലോ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പറ ഇത്രയും മുറിച്ച് ഇങ്ങിട്ട് അടുത്തത് കൊള്ളത്തില്ല. നല്ലത് കൊള്ളാം അത് കേട്ടോ. കുറച്ചും കൂടി വേവാനുണ്ടെന്നാ പറയേണ്ടത്. ആ സോ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഔട്ട്പുട്ട്. ലൈക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫേസ് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓക്കെ കേക്ക് ആയിരുന്നു.